ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ട്രൂ ബുക്ക് എഡ്യൂക്കേഷൻ. ഞാൻ സംരസ് പയ്യന്നൂർ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ്. ആമുഖം എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്ന് കാച്ചിക്കുറുക്കിയെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് അതിന് സത്ത് മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. ഒരേ ഒരു പേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരേ ഒരു പേജിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കായി തന്നെ എഴുതിയതാണ് ഭരണഘടന എന്ന് നമുക്ക് ഈ ഒരു ആമുഖത്തിൽ കാണാൻ പറ്റും. തുടങ്ങുന്നത് ഇങ്ങനെയാണ് കൂട്ടുകാരെ: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവസാനിക്കുന്നതോ hereby adopt, enact and give to ourselves this constitution. തുടങ്ങുന്നത് നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ്. അവസാനിക്കുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ സ്വീകരിക്കുകയാണ്, നിയമമാക്കുകയാണ് എന്ന് പറഞ്ഞാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കായി തന്നെ എഴുതി തയ്യാറാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ആമുഖത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം കൂട്ടുകാരെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രിയാമ്പിൾ നിങ്ങൾക്കായി വായിക്കാം. ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അത്രയും പവർഫുള്ളും ഐഡിയലുമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സത്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നു? സോവറിൻ, പരമാധികാര, സോഷ്യലിസ്റ്റ്, സ്ഥിതിസമത്വ, സെക്യുലർ, മതേതരത്വ, ഡെമോക്രാറ്റിക്, ജനാധിപത്യ, റിപ്പബ്ലിക് രാജ്യമായി സംവിധാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത്, ആമുഖത്തിന്റെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺസ്, നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും എന്തൊക്കെ വേണം? ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി ഓഫ് തോട്ട്സ്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? സാമൂഹികമായ നീതി, ജസ്റ്റിസ് എന്ന് പറഞ്ഞ നീതി, സാമൂഹികമായ നീതി വേണം. എക്കണോമിക്, സാമ്പത്തികമായ നീതി വേണം. പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ നീതി വേണം. ലിബർട്ടി, സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം, ബിലീവ്, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഫെയ്ത്ത്, ഭക്തിക്കും, ആൻഡ് വർഷിപ്പ്, ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇക്വാളിറ്റിയാണ് പിന്നെ പറയുന്നത്. നമുക്കറിയാം, സമത്വം, നമ്മുടെ സ്റ്റാറ്റസിനും നമ്മുടെ അവസരങ്ങൾക്കും, നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾക്കും വേണ്ടിയിരിക്കുന്ന ഒരു സമത്വം വേണം. ഫ്രട്ടേണിറ്റി, സാഹോദര്യമാണ്. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, നമ്മുടെ ഓരോ പൗരന്റെയും അന്തസ് കാത്തുസൂക്ഷിക്കുന്നതും. യൂണിറ്റി, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതാവണം. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പറയുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തിൽ നമുക്കൊരു ഡേറ്റ് കാണാൻ പറ്റും. ഈ ഒരു ഡേറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. 1949, 1949 നവംബർ 26. നമുക്ക് അറിയാൻ കൂട്ടുകാർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റാണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. നിയമദിനം അല്ലേ, നമ്മൾ നിയമദിനമായി ആചരിക്കുന്ന ഡേറ്റ്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution എന്നാണ് പറയുന്നത്. ഈ ഒരു ഡേറ്റിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളെ ഭരണഘടനയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അത് നിയമമായി പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ പാർട്ടായിട്ട് വീണ്ടും ഈ ഒരു ആമുഖത്തെ പഠിക്കാം അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമാണ് ആമുഖം എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നു. നമുക്ക് ആമുഖത്തിൽ തന്നെ കാണാൻ പറ്റും. എവിടെയാണ്? തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും, അവസാനം നമ്മൾ ഇനാക്ട് ടു ourselves this constitution എന്ന് പറയുന്നു. ജനങ്ങൾക്കായി തന്നെ എഴുതപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ആമുഖം. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ അറിയാം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി നമ്മൾ കണ്ടു. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ
ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് എന്നുകൂടി പറയാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? നമുക്കറിയാം, BN റാവു. BN റാവുവിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസർ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലീഗൽ അഡ്വൈസർ, നിയമ ഉപദേശകൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് BN റാവു. മ്യാൻമാറിന്റെ നിയമ ഉപദേശകനാണ്. ആ BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ച വ്യക്തി. പിന്നീട് പറയുന്ന ആമുഖത്തിന്റെ ശില്പിയെ കുറിച്ചാണ്. ആരാണ് ആമുഖത്തിന്റെ ശില്പി? നമുക്കറിയാം, 1946 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു സഭ രൂപീകരിക്കുകയാണ്. സഭ രൂപീകരിച്ചത് ഡിസംബർ 6 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഡിസംബർ 11 രണ്ടാമത്തെ മീറ്റിംഗിൽ, ഡിസംബർ 13 മീറ്റിംഗിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ക്രോഡീകരിച്ച് എന്താവുന്നത്, നമ്മുടെ ആമുഖമാവുന്നത്. അല്ലെ, നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കാം. ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന മാതൃക കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്നത്, അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്, ആധുനിക ഭരണഘടന ആദ്യമായി വന്നത് അമേരിക്കയിലാണ്. ആധുനിക രീതിയിലുള്ള ഭരണഘടന ആദ്യമായി വന്നത് അമേരിക്കയിലാണ്. ആമുഖത്തോടു കൂടി അംഗീകരിക്കപ്പെട്ട ആദ്യ ഭരണഘടനയും അമേരിക്കയുടെയാണ്. വരെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രമാണ്. അത് 1976 42 ഭേദഗതിയിലൂടെയാണ്. 1976 42 ഭേദഗതി. നമുക്കറിയാം, ഈ ഒരു ഡേറ്റ് ഓർത്ത് നോക്കുക, നമുക്ക് ചെറിയൊരു കോഡ് ഉണ്ടല്ലേ, 42, 4+2 6, ലാസ്റ്റ് ഡിജിറ്റ് ഇട്ടു ആ വർഷത്തിന്റെ. അതുപോലെ തന്നെ 44 ഭരണഘടന ഭേദഗതി ഓർത്ത് നോക്കാൻ നമുക്ക് ഒരു കോഡ് ഉണ്ട്, 4+4 8. 1978 44 ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത്. നമുക്ക് 42 ഭരണഘടനാ ഭേദഗതിയിലേക്ക് വരാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ് 42 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഒരു ഭേദഗതിയിൽ ആമുഖത്തിൽ വന്ന ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത്, ആമുഖത്തിലെ ആ ഒരു ഭാഗത്ത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുകൂടി ചേർക്കപ്പെട്ടു. രണ്ട് വാക്കുകൾ, സോഷ്യലിസ്റ്റും സെക്യുലറും. സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, സെക്യുലർ മതേതരത്വം എന്നീ രണ്ട് വാക്കുകൾ കൂടി ആ ഒരു ഭാഗത്ത് 1976 42 ഭരണഘടനയുടെ ചേർക്കപ്പെട്ടു. പിന്നീട് ഫ്രട്ടേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഇന്റഗ്രിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നാണ് നമ്മൾ ഇപ്പോൾ ഭരണഘടനയുടെ ആ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ആ ഒരു ഭാഗത്ത് മുമ്പ് യൂണിറ്റി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നാക്കി. ഇന്റഗ്രിറ്റി അഖണ്ഡത, ഐക്യവും അഖണ്ഡതയും, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുകൂടി 1976 42 ഭേദഗതിയിലൂടെ ആമുഖത്തിൽ മാറ്റങ്ങൾ വന്നു. ഈ ഒരു ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് കാണാൻ പറ്റും. അതിന്റെ മുകളിൽ ഒരു 1 എന്നൊരു മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് ഫസ്റ്റ് ചേഞ്ച് വന്നിട്ടുള്ളത്. 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫസ്റ്റ് ചേഞ്ച് വന്ന ഭാഗം അതാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഫ്രട്ടേണിറ്റിയുടെ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് രണ്ടാമതായി 1976 42 ഭേദഗതി പ്രകാരം മാറിയിട്ടുള്ള മറ്റൊരു ഭാഗം. 42 ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. 42 ഭേദഗതിയിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി. ഇത് അഡീഷണൽ പോയിന്റ്സ് കുറച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. 42 ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി, പ്രൈം മിനിസ്റ്റർ ദെൻ വാസ് ഇന്ദിരാഗാന്ധി, ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി. ഭരണഘടനയുടെ ആധികാരികതയുടെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ആമുഖത്തിന്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് രാഷ്ട്രത്തിന്റെ സ്വഭാവമായി ഈ ഒരു ഭാഗത്തേക്ക് കാണാം. ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര, സോവറിൻ, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി സമത്വ, മതേതരത്വ, സെക്യുലർ, ജനാധിപത്യ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആയി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെയാണ് ഒന്നാമത്തെ ചേഞ്ച് വന്നിട്ടുള്ളതും എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള ചേഞ്ച് സോഷ്യലിസ്റ്റ് എന്ന വാക്കും സെക്യുലർ എന്ന വാക്കും കൂട്ടിച്ചേർത്തു. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നാണ്. മുന്നേ ചോദിച്ചുള്ളതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആമുഖം തുടങ്ങുന്നത്, അല്ലെ? പിന്നീട് 75 വാക്കുകളാണ് ആമുഖത്തിൽ ടോട്ടലായിട്ടുള്ളത്. 75 വാക്കുകൾ ഉപയോഗിച്ചാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. ആമുഖത്തിന്റെ അടുത്ത ഭാഗം
നമ്മുടെ രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളെയാണ് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. ജസ്റ്റിസ് നീതി, ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, ഫ്രട്ടേണിറ്റി സാഹോദര്യം. എങ്ങനെയൊക്കെയുള്ള നീതിയാണ് നമുക്ക് വേണ്ടത്? സോഷ്യൽ സാമൂഹികപരമായിട്ടും, എക്കണോമിക് സാമ്പത്തികപരമായിട്ടും, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീതി. ലിബർട്ടി ഓഫ് തോട്ട്സ് ചിന്തിക്കാനും എക്സ്പ്രഷൻ ആവിഷ്കാരത്തിനും, ബിലീവ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് വിശ്വാസത്തിനും ആരാധനയ്ക്കും ഭക്തിക്കും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ഓഫ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ സ്റ്റാറ്റസിനുള്ള ഇക്വാലിറ്റിയും നമ്മുടെ അവസരങ്ങൾക്കുള്ള സമത്വവും. ഫ്രട്ടേണിറ്റി സാഹോദര്യം, അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയുടെ അന്തസ്സും കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ളതും, നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഇതുമായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും മറ്റൊരു പരോക്ഷമായ കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ജസ്റ്റിസ് എന്നൊരു വാക്ക് എടുത്തിരിക്കുന്നത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്, USSRൽ നിന്നാണ്. നമുക്കറിയാം നീതി. അതുപോലെ തന്നെ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 വാക്കുകൾ നമുക്ക് നല്ല പരിചയമുണ്ട്. എവിടെയാണ്? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്നാണ് ഈ 3 വാക്കുകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഇവ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ലക്ഷ്യം. ജസ്റ്റിസ് എന്ന വാക്ക് എടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന വാക്കുകൾ എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. നമുക്ക് 2 റവല്യൂഷനെ ഇവിടെ കാണാൻ പറ്റും. റഷ്യൻ റവല്യൂഷനെയും ഫ്രഞ്ച് റവല്യൂഷനെയും പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്തൊരു ഭാഗം, നമ്മുടെ ആമുഖത്തിന്റെ മറ്റൊരു ഭാഗം. ഇവിടെ നമുക്കൊരു ഡേറ്റ് ആണ് കാണാൻ പറ്റുന്നത്. 1949 നവംബർ 26. ഈ ഒരു ഡേറ്റിലാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. നമ്മൾ നിയമദിനമായി ആചരിക്കുന്ന ഡേറ്റ് അല്ല. ആ ഒരു ഡേറ്റ് ഈ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട്. മുന്നേ PSC എക്സാമുകളിൽ ക്വസ്റ്റ്യനായി വന്നൊരു ഡേറ്റ് കൂടിയാണ് ഇത്. അപ്പോൾ കൂട്ടുകാർ ഈ ഡേറ്റ് കൃത്യമായി ഓർത്ത് വെക്കണം. ആമുഖത്തിൽ ഏത് ഡേറ്റാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവണം. 1949 നവംബർ 26. നമുക്കറിയാം 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22. ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിലൂടെ ഒന്ന് നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കൂടാതെ നമുക്കിന്നറിയാം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പോലെ തന്നെ ഭരണഘടനയുടെ ആമുഖവും ഭേദഗതി ചെയ്യാവുന്നതാണ്. എങ്കിൽ പണ്ടുള്ളവർക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 1960 ബെർബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നാണ്. കൂടാതെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു കേസിനെ കുറിച്ച് കൂട്ടുകാർ ഓർത്തിരിക്കണം. 1960 ബെർബാരി കേസ്. സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ്, ആമുഖം ഭേദഗതിയും ചെയ്യാൻ പറ്റില്ല. എന്നാൽ 10-13 വർഷങ്ങൾക്ക് ശേഷം 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറയുന്നത് ആമുഖം ഭേദഗതി ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാം. എന്നാൽ നമ്മുടെ ആമുഖത്തിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. ആമുഖത്തിന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ആമുഖത്തെ ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. മറ്റൊരു കേസ് കൂടിയുണ്ട് 1995 LIC കേസ്. ഇതിനെക്കുറിച്ച് കൂട്ടുകാരൊന്ന് കേട്ടിരുന്നാൽ മതി. ആ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 24ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തിരുത്താൻ പറ്റും. നമുക്കിന്ന് അത് അറിയാം. 1960 ബെർബാരി കേസ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ്. പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാം. എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല എന്നും കൂടി പറഞ്ഞു. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ആളെ അറിയാം. നന്ദലാൽ ബോസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസിന്റെ ശിഷ്യനായ റാം മനോഹർ സിൻഹയാണ് നമ്മുടെ പ്രിയാമ്പിൾ പേജ് ഡിസൈൻ ചെയ്തത്. ഈ ഒരു പോയിന്റ് കൂട്ടുകാർ ഓർത്തിരിക്കണം. മുന്നേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നമുക്കറിയാം നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസിന്റെ ശിഷ്യനായ റാം മനോഹർ സിൻഹയാണ് പ്രിയാമ്പിൾ പേജ് ഡിസൈൻ ചെയ്തത്. കൂടാതെ ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. കൂടാതെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. NA തിരിച്ചറിയുന്നത് ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് NA പൽക്കിവാല വിശേഷിപ്പിച്ചതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ ജാതകം
എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. മുൻഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുമല്ലോ ജാതകവും ഒരു മാച്ച് ഉണ്ട് മുൻഷിയും ജാതകവും തമ്മിൽ. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഹൃദയവും ആത്മാവും, ഹൃദയത്തിന്റെ താക്കോൽ താക്കൂർ ദാസ് ഭാർഗവ്. ജസ്റ്റ് ഒരു ഓർത്ത് വെക്കാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. ഹൃദയവും ആത്മാവും, കൂട്ടുകാർക്ക് വേറെ കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഓർത്തിരിക്കാം കേട്ടോ. അത് ഇത് ഡയറക്റ്റ് പഠിച്ചവരാണെങ്കിൽ അങ്ങനെ തന്നെ മതി. ഹൃദയവും ആത്മാവും താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. കീനോട്ട്, ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ അവസാന ഭാഗത്തേക്ക് നമുക്കിനി കിടക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ വാക്കോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ആമുഖം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും റിവൈസ് ചെയ്ത് കേൾക്കുക, പഠിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ, ടാറ്റാ.